മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ. ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ നാം എല്ലാവരും അന്വേഷിക്കാറുണ്ട്, മരണശേഷം എന്ത് സംഭവിക്കുമെന്ന്. ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയത് കർത്താവ് യേശു ക്രിസ്തുവാണ്. തൻ്റെ ഉത്ഥാനത്തിലൂടെ മരണത്തെ കീഴടക്കുകയും ജീവൻ്റെ പുനരുത്ഥാനത്തിലൂടെ ലോകത്തിന് മുഴുവൻ അധിപനാകുകയും ചെയ്യുന്ന ക്രിസ്തുവിനെ നാം കാണുന്നു. ക്രിസ്തുവിനെ ജന്മം നൽകി ദൈവമാതാവായി മാറിയ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മരണശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യവും സഭയുടെ ആദ്യകാലം മുതൽ തന്നെ പൊതുവെ ചർച്ചാ വിഷയമായിരുന്നു. പൗരസ്ത്യ പാശ്ചാത്യ സംസ്കാരങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലാണ് മാതാവിൻ്റെ മരണശേഷം സംഭവിച്ചതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത്. പൗരസ്ത്യ സഭയിൽ മാതാവിൻ്റെ മരണത്തെ നീണ്ട നിദ്രയായിട്ടാണ് കരുതി പോന്നിരുന്നത്. പാശ്ചാത്യ സഭയിൽ മാതാവ് സ്വർഗാരോപണം ചെയ്തു എന്ന വിശ്വാസവും പ്രബലപ്പെട്ടിരുന്നു. ഈ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആദ്യകാലം മുതൽ തന്നെ മാതാവ് മരണശേഷം സ്വർഗത്തിലേക്ക് ശരീരത്തോടും ആത്മാവോടും കൂടെ ഉയർത്തപ്പെട്ടു എന്ന വിശ്വാസം പരക്കെ പ്രബലപ്പെട്ടു പോന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലാകമാനമുള്ള വിശ്വാസ സമൂഹങ്ങളിൽ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സ്വർഗത്തിലേക്കുള്ള ഈ ഉയർത്തപ്പെടലിനെ കുറിച്ചുള്ള വിശ്വാസവും ഭക്തിയും ശക്തമായ രീതിയിൽ നിലനിന്നു പോന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1950 പരിശുദ്ധ പിതാവായിരുന്ന 12-ാം പിയൂസ് പരിശുദ്ധ കന്യകാമാതാവ് ഈ ലോക ജീവിതത്തിന് ശേഷം ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസ സത്യത്തെ ഒരു ഡോക്മയായി പ്രഖ്യാപിച്ചത്. ഈ ഡോക്മ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ലോകത്തിൽ ആകമാനമുള്ള വിശ്വാസികളുടെ നിർദ്ദേശങ്ങളും അവരുടെ അഭിപ്രായങ്ങളും പരിഗണിച്ചതിന് ശേഷമാണ് ഇത് ഒരു വിശ്വാസ സത്യമായി പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചത്. ഇതിന് ബൈബിളിൻ്റെ അടിസ്ഥാനം നമ്മൾ പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പാപത്തിൻ്റെ ഫലമായിട്ടാണ് മരണവും മണ്ണിലേക്കുള്ള മടക്കവും ഉണ്ടായത് എന്നുള്ളതാണ്. പരിശുദ്ധ കന്യകാമാതാവിനെ സംബന്ധിച്ചിടത്തോളം പാപരഹിതമായിരുന്നു എന്നുള്ള കാര്യം സഭയിലും സാർവത്രികമായ ജീവിത മേഖലകളിലുമൊക്കെ ഉണ്ടായിരുന്ന ശക്തമായ വിശ്വാസമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശുദ്ധ പിതാവ് 9-ാം പിയൂസ് മാതാവ് ഉത്ഭവഭാവത്തിൽ നിന്നും മോചിതയായി എന്നും ഉത്ഭവഭാവം കൂടാതെ ജനിച്ചവളാണെന്നുമുള്ള ഡോക്മ പ്രഖ്യാപിച്ചത്. അതനുസരിച്ച് മാതാവിൻ്റെ വിശുദ്ധി നിസ്സംശയം നിലനിൽക്കുന്ന ഒന്നായി നമുക്ക് മനസ്സിലാക്കാം. അതുകൂടാതെ ദൈവദൂതൻ മാതാവിനെ നന്മ നിറഞ്ഞവളായാണ് അഭിസംബോധന ചെയ്യുന്നത്. നന്മയ്ക്ക് നിദാനമായി മാറിയത് ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപയാൽ പ്രത്യേകമായ അനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ മാതാവ് എല്ലാവിധ തിന്മകളുടെ കറകളിൽ നിന്നും മോചിതയായി എന്നുള്ള പാരമ്പര്യമാണ് ബൈബിളിൻ്റെയും പാരമ്പര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ സഭയിലാകമാനം നിലനിന്നിരുന്നത്. ഇപ്രകാരം പരിശുദ്ധമായ മാതാവിൻ്റെ ശരീരം കല്ലറയിൽ ക്ഷയിക്കാതെ ഉദ്ധിതമാകുവാൻ വേണ്ടി ദൈവം പ്രത്യേകമായിട്ട് സംരക്ഷിച്ചു എന്നതിൻ്റെ അടയാളമായിട്ടാണ് നാം ഈ മാതാവിൻ്റെ സ്വർഗാരോപണത്തെ കാണുന്നത്. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ ദൈവത്തിന് പ്രിയങ്കരമായി ജീവിച്ച ഹേനോക്കിനെ സ്വർഗത്തിലേക്ക് എടുത്തതായി നാം വായിക്കുന്നു. ഏലിയ പ്രവാചകനെയും ഇതുപോലെ ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് ഉയർത്തപ്പെട്ടതായി രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. ഇപ്രകാരം പൂർവകാല പാരമ്പര്യമനുസരിച്ച് പരിശുദ്ധ കന്യകാമാതാവും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് സ്വർഗാരോപണ തിരുനാളിൽ നാം ആഘോഷിക്കുന്നത്. ഇതുവഴി പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ഈ പ്രത്യേകമായ അനുഗ്രഹം എല്ലാ ക്രൈസ്തവർക്കും പ്രത്യാശ പകരാൻ പോകുന്ന ഒന്നായി നിലകൊള്ളുകയാണ്. മരണത്തിൻ്റെ അന്ത്യമല്ലെന്നും അതിന് അതീതമായ ഒരു ജീവിതമുണ്ടെന്നും ഉള്ള ശക്തമായ വിശ്വാസബോധ്യം അത് പകർന്നു തരുന്നു. മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നില്ല, മറിച്ച് പുതിയൊരു ജീവനിലേക്കുള്ള പരിവർത്തനം സംഭവിക്കുന്നു എന്നുമുള്ള ശക്തമായ ബോധ്യമാണ് ഈ സംഭവത്തിലൂടെ സഭ നമ്മെ പഠിപ്പിക്കുന്നത്.
നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മരണശേഷം യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സമയത്ത് ഉണ്ടാകുവാൻ കഴിയുന്ന ഇടയുള്ള ആ ഉത്ഥിതമായ അവസ്ഥ, ശരീരത്തെ വീണ്ടും ഉത്ഥിതമാക്കുന്ന അവസ്ഥ പരിശുദ്ധ കന്യകാമാതാവിന് നേരത്തെ തന്നെ ഉണ്ടായി എന്നുള്ളതാണ് ഇതിലൂടെ നാം മനസ്സിലാക്കുന്നത്. എല്ലാ മനുഷ്യരും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ আগമനത്തോടുകൂടി ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയും പരിവർത്തിതമായ ശരീരത്തോടുകൂടി ദൈവത്തെ കണ്ട് ആനന്ദിക്കുകയും ചെയ്യുമെന്നുള്ള വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുവാൻ പോകുന്നതാണ് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ഈ സ്വർഗാരോപണം സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി, ഈ സ്വർഗാരോപണത്തിലൂടെ സഭ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തെ പ്രത്യാശയോടുകൂടി നോക്കിക്കാണണമെന്നാണ്. പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാൻ എല്ലാ മനുഷ്യരെയും പ്രാപ്തമാക്കുന്ന രീതിയിലാണ് മാതാവിൻ്റെ ഈ സംഭവം നാം മനസ്സിലാക്കേണ്ടത്. വെളിപാട് പുസ്തകത്തിൽ സൂര്യനെ ഉടയാടാക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു പ്രതീകം പരിശുദ്ധ കന്യകാമാതാവുമായി ബന്ധപ്പെടുത്തിയാണ് പരമ്പരാഗതമായി വിശ്വസിച്ചു പോന്നിരുന്നത്. ഈ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്നുള്ള സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മാതാവിൻ്റെ സ്വർഗാരോപണത്തെയും നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഉത്ഥിതമാകുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രകാശത്തിൻ്റെ കിരണങ്ങളും സനാതനമായ അനുഭവങ്ങളും ഒത്തുചേർന്ന അവസ്ഥ ഓരോ ക്രൈസ്തവനെയും കൂടുതൽ കൂടുതൽ പ്രത്യാശാഭരിതമാക്കുന്നു. മണ്ണിൽ പൂർണ്ണമായും വിലയം പ്രാപിച്ച് ഇല്ലായ്മ ചെയ്യേണ്ടതല്ല മനുഷ്യ ശരീരമെന്നും മനുഷ്യ ശരീരം പ്രത്യാശയോടുകൂടി നോക്കിക്കണ്ടുകൊണ്ട് ഉത്ഥാനത്തെ പ്രാപിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധമായി സൂക്ഷിക്കണമെന്നുള്ള സന്ദേശമാണ് മൂന്നാമത് തരുന്നത്. ഓരോ ശരീരവും ദൈവത്തിൻ്റെ ദാനമായി അവയവമായി നമുക്ക് കിട്ടിയതാണ്. ഈ ദാനമായി കിട്ടിയിരിക്കുന്ന ജീവനെ പരിപാവനതയിൽ സൂക്ഷിച്ച് ദൈവത്തിന് തിരിച്ചേൽപ്പിക്കുവാൻ വേണ്ടി നമുക്ക് ബാധ്യസ്ഥതയുണ്ട്. മാതാവിൻ്റെ സ്വർഗാരോപണം നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്. നമ്മുടെ ശരീരങ്ങളും തിന്മയ്ക്ക് വിട്ടുകൊടുക്കാതെ ദൈവത്തിൻ്റെ ആലയങ്ങളായി സൂക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ആ നിത്യതയിലേക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം പരിപാവനതയിൽ പരിപാലിക്കണം എന്നുള്ള സന്ദേശമാണ്. അപ്പം അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ സ്വർഗാരോപണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയും പാപരഹിതമായി ജീവിക്കുവാനുള്ള ആഹ്വാനവും മരണം എല്ലാത്തിൻ്റെയും അന്ത്യമല്ല എന്നുള്ള ചിന്തയും ഉറപ്പിക്കുന്നതിന് സഹായകമായിട്ട് മാറുന്നു. ഈ ഒരു ആഘോഷം മാതാവിൻ്റെ ജീവിതത്തിൽ നാം കണ്ടെത്തുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവമാതാവായ അമ്മയുടെ ആ മാധ്യസ്ഥ മാതൃകയും കൂടുതൽ ഉത്സാഹത്തോടു കൂടി തേടുന്നതിനും ആ മാതൃകയിലും മാധ്യസ്ഥതയിലും അഭയം തേടി ജീവിതത്തിൻ്റെ പന്ഥാവിൽ മുന്നോട്ട് പോകുവാനുള്ള വലിയൊരു ആഹ്വാനമായി ഈ ആഘോഷം നിലകൊള്ളുകയാണ്.